ഈശോയുടെ മരണശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോയുടെ ശരീരം അന്വേഷിച്ച് കല്ലറയിലേക്ക് പത്രോസും യോഹന്നാനും ഒപ്പം മഗ്ദലന മറിയവും വരുന്നതായി നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും ശരീരം കണ്ടില്ല, എന്നാൽ അവർ ഒരു കച്ച കണ്ടു. ആ കച്ചയെ കണ്ട് സംതൃപ്തരായി അവർ തിരിച്ചുപോയി. പക്ഷേ മഗ്ദലന മറിയം ആ കച്ചയിൽ തൃപ്തിയായില്ല. അവൾക്ക് ആവശ്യം ഈശോയായിരുന്നു. അതുകൊണ്ട് അവൾ സ്നേഹത്തോടെ ശാഠ്യത്തോടെ അവിടെ തന്നെ നിന്നു. കർത്താവിനോടുള്ള സ്നേഹമാണ് അവളെ അതിൽ നിർബന്ധിച്ചത്. കർത്താവിനോടുള്ള ആ വലിയ താല്പര്യവും സ്നേഹവുമാണ് ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷിയാകാൻ അവളെ പ്രാപ്തിയാക്കിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെ ചിന്തിക്കാം. ഈശോ തരുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ എന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് മാത്രം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട എന്നൊരു ചിന്ത നമുക്കുണ്ടാവട്ടെ. പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.